ഏറ്റവും അടുത്തുള്ള ആളെ കാണുന്നത് നിങ്ങളുടെ ബോഡിയാണ്, ശരീരമാണ്. ഉറപ്പാണ്. നിങ്ങളുടെ ശരീരത്തെ കാണാതെ, എന്നെ കാണാതെ ഞാൻ മറ്റുള്ളവരെ കാണുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എല്ലാ മേഖലകളിലും ഉണ്ട്. എൻ്റെ ശരീരത്തെ കാണുന്നത് ബോധവും അബോധവും എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ബോധപൂർവം ഞാൻ കഴിക്കുന്നതിന് എന്താ പറയുന്നത്, ബോധപൂർവമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. കാരണം വിശപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫീലിങ്സ് ആണ്. വിശപ്പ് എൻ്റെ ഫീലിങ്സ് ആണ്. അപ്പം എനിക്ക് ആ വിശപ്പ് അറിയാലോ, വിശപ്പറിയാം. അപ്പം ഞാൻ കഴിക്കുന്ന സമയത്ത് ഒരു ഉരുള ഭക്ഷണം ഞാൻ വായയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ആരാണ്? എനിക്കറിയില്ല. അത് വിഴുങ്ങാത്തത് എന്താണ് എനിക്കറിയില്ല. ഞാൻ ചവച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചവച്ചുകൊണ്ടേയിരുന്ന ഭക്ഷണം താഴോട്ട് പോകുന്നത് അന്നനാളം വഴി, നമ്മുടെ ഫുൾ പൈപ്പ് വഴി താഴോട്ട് പോകുന്നത് ആരാണ് ചെയ്യുന്നത്? ഞാൻ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് ആമാശയത്തിലേക്കും അതിനോട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കുടലിലും അത് കഴിഞ്ഞ് അത് ദഹനം ഒക്കെ നടക്കുന്നത് ആരാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അവെയർ ഉണ്ടോ? അപ്പൊ ഈ സംഗതികൾ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്? അത് ആരാണ് ചെയ്യുന്നത്? വിശപ്പ് എന്ന് പറയുന്നത്, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ ഞാനത് കൈകൊണ്ട് കഴിക്കുന്നത് ഉറപ്പാണ്. എനിക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കണം. പക്ഷെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സിംഗ് ഒക്കെ ശരീരത്തിൽ നടക്കുന്നത് ആരാണ് ചെയ്യുന്നത്? ബോധമാണോ അബോധ അവസ്ഥയിലാണോ? എന്തായാലും ബോധപൂർവമല്ല. ബോധപൂർവം ഞാൻ ഇവിടെ എന്തായാലും ചെയ്യുന്നില്ല. പക്ഷെ ആരാണ് ചെയ്യുന്നത്? ചെയ്യുന്നത് നിങ്ങളാണ്. ആ നിങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ചെയ്യുന്ന ആളെ നിങ്ങൾ കാണുന്നുണ്ടോ? അതിലൊരു സമരം വന്നാലോ, അവിടെ ഒരു മുടക്കം വന്നാലോ, നിങ്ങൾക്ക് അസുഖം വന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മളുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിയാതെ നമ്മളുണ്ട്. ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സുഹൃത്തിനെ കാണാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ കാഴ്ചകൾ ആദ്യം ഉടക്കി നിൽക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിലേക്കാണ്. നിങ്ങളുടെ മനസ്സിനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ മനസ്സുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മനസ്സുണ്ട്. എന്തിനും തയ്യാറായി നിൽക്കുന്ന മനസ്സുണ്ട്. ഈ മനസ്സിനെ നിങ്ങൾ എപ്പോഴും വ്യാകുലപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഈ മനസ്സിനെ എപ്പോഴും വ്യാകുലപ്പെടുത്തുന്നത് വഴി, ട്രെയിനിങ് കൊടുക്കാത്തത് വഴി ആ മനസ്സ് എപ്പോഴും വളരെ ക്ഷീണിത ഭാവത്തിലാണ്. ഒരു സുഹൃത്തിനെ നിങ്ങൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. ഒരു സുഹൃത്തിനോട് നിങ്ങൾക്ക് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആദ്യത്തെ കാഴ്ച, നിങ്ങൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ ശരീരത്തെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ വേദന അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നു. തൊട്ടടുത്തുള്ള ഒരാൾക്ക് എവിടെയോ വേദന വരുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ആദ്യം അറിയേണ്ടതായ നിങ്ങളെയാണ്. ആദ്യം നിങ്ങളെ അറിയണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴൊക്കെ നിങ്ങളിലേക്ക് തിരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞു തുടങ്ങും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ കഴിയില്ല. ആ നിങ്ങളെ അറിയിക്കാനുള്ള എളുപ്പമാർഗമാണ് യഥാർത്ഥത്തിൽ മൃതസഞ്ജീവനി ക്രിയ. ഇതാണ് മൃതസഞ്ജീവനി ക്രിയയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. മൃതസഞ്ജീവനി ക്രിയയുടെ സൗന്ദര്യം, നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള സുഹൃത്തുക്കൾ, ധാരാളം സുഹൃത്തുക്കളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളൊരു ഭക്ഷണം ഉള്ളോട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ദഹിപ്പിച്ചു തരുന്ന, നിങ്ങളെ എപ്പോഴും നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഓർഗൻസ് ഉള്ളിലുള്ള ഒരു നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തെ കാണാതെ, ആ മനസ്സിനെ കാണാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ മുമ്പോട്ട് പോക്കിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. നിങ്ങളുടെ മനസ്സിനെ കാണാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കെൽപ്പുള്ള ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ.
നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. നിങ്ങളുടെ എല്ലാ തലത്തിലെയും പുതിയ വീക്ഷണങ്ങളും പുതിയ 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 കണ്ടെത്തലുകളും നടത്താനും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും കെൽപ്പുള്ള ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. ഈ ക്രിയ നിങ്ങൾ അഭ്യസിക്കേണ്ടത്, മനുഷ്യരാശി പഠിക്കേണ്ടത്, മനുഷ്യനുള്ള കാലത്തോളം മൃതസഞ്ജീവനി ക്രിയ ഉണ്ടാവും. എല്ലാ മനുഷ്യരും ഇത് പഠിക്കണം. ഇത് പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്തി ലോകത്തിന് നിങ്ങൾക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയും. അതുവഴി നിങ്ങളുടെ ജന്മം സഫലമാകും. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് അതിനുശേഷം ജീവിക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ജനിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ജനിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടേ അല്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എവിടെ. ഞാൻ ജനിച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ജനിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ജനിച്ചത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാകുമ്പോൾ പുറത്തുള്ള ആളുകൾ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ സഹജീവി എന്ന് പറയുന്നത്. സഹജീവികളോട് കാരുണ്യമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയുക? അങ്ങനെ മനുഷ്യനായി ജീവിക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒരു ക്രിയയാണ് യഥാർത്ഥത്തിൽ മൃതസഞ്ജീവനി ക്രിയ. ആ ക്രിയയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമസ്കാരം.